എൻ്റെ കുടുംബത്തിൽ ഞാൻ ഉപ്പ, ഉമ്മ, ഭാര്യ, 2 കുട്ടികൾ. എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് 12 വർഷമായി. എനിക്കൊരു പെങ്ങളാണ് ഉള്ളത്. അവളോട് കൂടുതൽ വർത്തമാനം പറയുന്നതും ഫോൺ വിളിക്കുന്നതും അവളുടെ അടുത്ത് ഇടപഴകാൻ പോലും പറ്റുന്നില്ല. ഇത് കണ്ടാൽ ഭാര്യയുടെ സ്വഭാവത്തിൽ തന്നെ മാറ്റം വരും. അവൾ പറയും, നിങ്ങൾക്ക് മാത്രമേ പെങ്ങളുള്ളൂ, വേറെ ആർക്കും ഇല്ലേ. അപ്പോൾ ഞാൻ ഭാര്യയോട് പറയും, നിനക്കുള്ള സ്നേഹം നിനക്കേ നൽകുന്നുണ്ട്, പെങ്ങൾക്കുള്ളത് ഞാൻ പെങ്ങൾക്ക് കൊടുക്കുകയാണ് എന്നുള്ളതാണ്. പക്ഷേ അത് എത്ര പറയുമ്പോഴും അവൾക്ക് അത് ഉൾക്കൊള്ളാൻ, എൻ്റെ ഭാര്യയ്ക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. എൻ്റെ മുന്നിൽ വെച്ച് പെങ്ങളോട് അടുത്ത് ഇടപഴകാൻ നിൽക്കരുത്, അതെനിക്ക് സഹിക്കില്ല എന്നാണ് ഭാര്യ പറയുന്നത്. വല്ലാത്തൊരു മനോവിഷമത്തിലാണ് ഞാൻ മറുപടി പ്രതീക്ഷിക്കുന്നതാണ് ഈ സഹോദരൻ പറയുന്നത്. ഈ പൊതുവെ ഭാര്യ ഭർത്താക്കന്മാർക്കുള്ള ഒരു വിഷയമാണത്. അതായത് ആരോടായാലും നമ്മൾ കൂടുതൽ അടുത്ത് പെരുമാറുമ്പോൾ അത് തന്നോടുള്ള ഒരു അകലമായിട്ടാണ് എന്ത് ചെയ്യുക മനസ്സിലാക്കുക. ഇപ്പൊ നമ്മൾ ഈ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടല്ലോ, അങ്ങനെ ഒരു ക്ലാസ്സിൽ ഒരു 2 കുട്ടികൾ തമ്മിൽ അടുത്ത സ്നേഹിതന്മാരാണെങ്കിൽ എന്ത് ചെയ്യും, വേറൊരുത്തിനോട് ഇവൻ എന്തെങ്കിലും പരിചയപ്പെട്ട് ബന്ധപ്പെട്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് ഇവർക്ക് ഭയങ്കരമായിട്ട് അപ്പൊ ഇതെന്താ ഒരു പൊസസീവ്നെസ്, നമ്മുടെ എല്ലാം നമ്മുടെ ഇത് എന്നുള്ള ആ ഒരു ചിന്ത ഉണ്ടല്ലോ, അത് പൊതുവെ ദാമ്പത്യത്തിൽ കൂടുതലാണ്. അപ്പോൾ എൻ്റെ ഭാര്യ അല്ലെങ്കിൽ എൻ്റെ ഭർത്താവ് എന്ന് പറയും. അപ്പോൾ അതുകൊണ്ട് വേറെ ഏതൊരാൾ, ഇപ്പോൾ ഉമ്മാനോടാവാം പെങ്ങളോടാവാം അടുത്ത് പെരുമാറുമ്പോൾ എന്നോട് ഇഷ്ടക്കുറവുള്ള പോലെ അല്ലെങ്കിൽ എന്നെക്കാളും അവരോട് സ്നേഹമുള്ള പോലെ ഒക്കെ തോന്നും. ഇതിപ്പോൾ ഒരു പുറത്തുള്ള ഒരു സ്ത്രീയോടൊക്കെ സംസാരിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും, ഭയങ്കരമായ പ്രശ്നങ്ങളുണ്ടാവും. ഇതിപ്പോൾ പെങ്ങളും ഉമ്മയൊക്കെ കുറച്ചൊക്കെ ഉണ്ടാവും, കൂടുതലുണ്ടാവും. ചിലപ്പോൾ ജീവിതത്തിൽ സ്ത്രീയെ നോക്കുക പോലും ചെയ്യാത്ത ആളുകളൊക്കെ പലപ്പോഴും ഇത്തരം വലിയ ആരോപണങ്ങൾ ഭാര്യമാർ ഉന്നയിക്കാനുള്ള കാരണം എന്താണ്, ഇവിടെ ഈ തെറ്റിദ്ധാരണയാണ്. അപ്പോൾ ഇത് അദ്ദേഹത്തെ കുറിച്ച് അവൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അവളെ കുറിച്ച് അദ്ദേഹത്തിന് തോന്നാം. ഇതിപ്പോ ഇവിടെ അവരെ വീട്ടിലാകുന്നത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, മറ്റുള്ളവർ പെരുമാറുന്നത് ഇയാളുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. നേരെ മറിച്ചിട്ട് എന്ത് ചെയ്യാണ്, ഇപ്പോ ഇവളെ സ്വന്തം വീട്ടിലേക്ക് പോകാൻ വിചാരിച്ചു, അവിടെ നിന്ന് അവളുടെ അളിയനോട്, അതായത് ജ്യേഷ്ഠത്തിന്റെ ഭർത്താവിനോട് അല്ലെങ്കിൽ ആരെങ്കിലും ആങ്ങളമാരോട് ഇവരോടൊക്കെ എന്ത് ചെയ്യാണ് വളരെ ഫ്രണ്ട്ലി സംസാരിക്കുമ്പോൾ എന്തുണ്ടാവും, സ്വാഭാവികമായി ഇതേ ചിന്ത തന്നെ എന്തുണ്ടാവും ഭർത്താവിനുണ്ടാവും. പക്ഷെ പൊതുവെ നമ്മൾ എന്ത് ചെയ്യില്ല, അത് പ്രകടിപ്പിക്കൂല എന്ന് മാത്രമേ. അതുകൊണ്ട് ഇത് ഭാര്യ ഭർത്താക്കന്മാരായതുകൊണ്ട് ഉണ്ടാകുന്ന ഒരു ചിന്തയാണ് എന്ന് എന്ത് ചെയ്യണം ആദ്യം നമ്മൾ മനസ്സിലാക്കണം. രണ്ടാമത്തെ കാര്യം, ഇതിപ്പോൾ ഇയാൾക്ക് ബുദ്ധിമുട്ടാകുന്ന രൂപത്തിൽ സ്വാഭാവികമായി എല്ലാവർക്കും ഉണ്ടെങ്കിലും ഇയാളെ സംബന്ധിച്ചിടത്തോളം അതൊരു വിഷമകരമാകുന്ന അവസ്ഥ ഉണ്ടായിരുന്നു. അതിന് ചിലപ്പോൾ ചില കാരണങ്ങളുണ്ടാവും. അതിലൊരു കാരണം എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ ഭാര്യയോട് നന്നായി പെരുമാറാനും ഇടപഴകാനുള്ള സമയം ചിലപ്പോൾ അദ്ദേഹത്തിന് ലഭിക്കുന്നുണ്ടായിരിക്കും. വളരെ അടുത്ത് പെരുമാറാനും അടുത്ത് ബന്ധപ്പെടാനും കഴിയുന്നുണ്ടെങ്കിൽ പൊതുവെ ഇങ്ങനത്തെ തിരിതാരം ഉണ്ടാവില്ല. അപ്പോൾ ഇയാൾ പറഞ്ഞ വിശദീകരണം കറക്റ്റ് ആയിരിക്കുന്നത്, നിനക്ക് തന്നെ ഞാൻ തരുന്നുണ്ട്, പെങ്ങൾ കൊടുക്കുന്നുണ്ട്, ഭാര്യനെ സ്നേഹിക്കുന്ന പോലെ ആരും പെങ്ങളെ സ്നേഹിക്കില്ല, പെങ്ങളെ സ്നേഹിക്കുന്ന പോലെ ആരും ഭാര്യനെ സ്നേഹിക്കില്ല എന്നൊക്കെ നമ്മൾ പറയുന്ന ഒരു ഫിലോസഫി ഉണ്ടല്ലോ. അത് സത്യമാണെങ്കിലും അത് ഇവർക്ക് ഫീൽ ചെയ്യണമെങ്കിൽ എന്ത് വേണം, ഭാര്യയെ സ്നേഹിക്കുന്ന പോലെ പെങ്ങളെ സ്നേഹിക്കുന്നില്ല എന്ന് എന്ത് ചെയ്യണം, അനുഭവത്തിൽ വരണം. അപ്പോൾ ഒന്നുകൂടി ഒരു കൺസിഡറേഷൻ കൊടുക്കേണ്ടതുണ്ടോ എന്ന ഒരു സംശയം ആ കാര്യത്തിലുണ്ട്. അതേപോലെ മറ്റൊന്നെന്താണെന്ന് വിചാരിച്ചാൽ ഇവർ ഈ പെങ്ങൾ നടന്ന നേരത്തെ ഉള്ളതാണ്, ഭാര്യ ഇപ്പം വന്നതാണ്. അപ്പോൾ അവർ ചെറുപ്പം മുതൽ വേറെ ഭാര്യയൊന്നും ഇല്ലാത്ത സമയത്ത് എന്ത് ചെയ്യും, അവർക്ക് കൂടുതൽ സമയം ഇടപഴകാൻ കിട്ടും. ഒരൊറ്റ പെങ്ങൾ നിലക്ക് സാധാരണ പെങ്ങന്മാരോടുള്ളതിനേക്കാളും ഒരു ഓവറായിട്ടുള്ള ചില പെങ്ങളോട് എങ്ങനെ പെരുമാറുന്നു എന്നുള്ളത് ഇവർ പലപ്പോഴും കണ്ടിട്ടുണ്ടാവും. അവർ കണ്ടതിന് വ്യത്യസ്തമായിട്ടുള്ള ഒരു സ്നേഹപ്രകടനം ഒരു പക്ഷേ എന്തായിരിക്കും ഇവർ ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ എന്തായി അത് ചിലപ്പോൾ ഉൾക്കൊള്ളാൻ അവർക്ക് പറ്റില്ല. അതുകൊണ്ടാണ് എൻ്റെ മുന്നിൽ നിങ്ങൾ ഇങ്ങനെ ചെയ്യരുത് എന്ന് പറയുന്നത് അടിസ്ഥാനത്തിൽ. അപ്പോൾ ഒന്ന് അവരോട് പെരുമാറുന്ന നേരത്തെ എന്തെങ്കിലും കുറവുകളുണ്ടോ എന്ന്, ഇവരോട് ഓവറായിട്ടുള്ള സാധാരണ പെങ്ങൾ നിലയിൽ കവിഞ്ഞ ഇടപെടലുകളുണ്ടോ എന്നുള്ളത് ഇതൊക്കെ ഒന്ന് ചിന്തിക്കാം. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം, അതൊന്ന് ക്രമീകരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം. കാരണം ഇദ്ദേഹത്തിന് ഇവളിങ്ങനെ അസ്വസ്ഥത കാണിക്കുമ്പോൾ പ്രയാസം ഉണ്ടെങ്കിൽ അതിനേക്കാളും എത്രയോ ഇരട്ടി പ്രയാസം ഈ പെൺകുട്ടി അനുഭവിക്കുന്നുണ്ടായിരിക്കും. കാരണം എന്നെ അവഗണിക്കുന്നുണ്ടോ, എന്നോട് സ്നേഹമില്ലേ, മറ്റുള്ള അമിതമായ സ്നേഹം കാണിക്കുന്നുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് വിഷമിച്ചിരിക്കുകയായിരിക്കും. അപ്പോൾ അതൊരു ശാശ്വത പരിഹാരം ഉണ്ടാക്കാൻ ഇങ്ങനെ ചില പ്രായോഗിക കാര്യങ്ങൾ ചെയ്യലായിരിക്കും നന്നായിരിക്കും. ഓക്കെ.